കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് തൊട്ട് ശേഷവും ജബലുന്നൂർ കയറാൻ വന്നിരിക്കുന്ന, അതിൻ്റെ പരിസരത്തേക്ക് കാണാൻ വന്നിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങൾ അന്ന് കണ്ടിരിക്കുന്ന ജബലുന്നൂറും പരിസരവുമൊന്നുമല്ല. സുഖമായി കയറി ഏകദേശം വാർഹിറ എത്തുന്ന അതിൻ്റെ തൊട്ടടുത്ത ആ മലയുടെ താഴ്വാരം വരെ സുഖമായി നടന്നു പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടന്നു പോകാനുള്ള ആ സംവിധാനങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും. ആ മുകളിൽ കാണുന്ന രണ്ട് മലയുടെ തൊട്ട് താഴെ വരെ നടന്ന് എത്താനുള്ള സംവിധാനം, കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വാഹനത്തോടു കൂടി എത്താനുള്ള സംവിധാനം ഉണ്ടാവും. ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ അല്പം മുമ്പ് ഒരു വണ്ടി അതിൻ്റെ അവിടെ വരെ കയറി പോകുന്നത്, അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിരുന്നു. സുഖമായി ജബലുന്നൂർ ഇപ്പോൾ നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ ഇതാ ആ കാണുന്നതൊക്കെ നടന്നു പോകാനുള്ള വഴിയാണ്. ഈ കാണുന്ന ഇതാണ് ജബലുന്നൂർ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തൊട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് സൗർ ഗുഹ. ഈ കാണുന്നിടത്താണ് സൗർ ഗുഹ കിട്ടുക. ഇവിടെ വരക്കും, ഈ കാണുന്ന രണ്ട് മലയുടെ ഗ്യാപ്പ് വരക്കും ഒരു വിഷമവുമില്ലാതെ നടന്നു പോകാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, താഴത്ത് നിങ്ങൾ ഈ കാണുന്നതൊക്കെയും പണ്ടൊന്നുമില്ലാത്ത സ്ഥലത്ത് ശരിക്കും ഒരു ഹെറിറ്റേജ് വില്ലയാക്കി മാറ്റിയിട്ടാണുള്ളത്. ഇതിൻ്റെ പുറംഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അകവും ഞാൻ അല്പം കഴിഞ്ഞ് എടുത്തു തരാം നിങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇതിൻ്റെ പുറംഭാഗങ്ങളാണ്. ജബലുന്നൂരിൻ്റെ അകത്തളത്തിലുള്ള ഹെറിറ്റേജ് വില്ലയുടെ അകത്തളത്തിലാണ് ഞാനുള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ എക്സിബിഷൻ സെൻ്ററാണ്. 25 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് കൊണ്ടെന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് കയറാം. ഇതതിൻ്റെ അകത്തളത്തുള്ള പരിസരങ്ങളിലുള്ള കാഴ്ചയാണ്. ചുറ്റുഭാഗത്തും ഒരുപാട് കടകൾ, പറഞ്ഞതൊന്നുമല്ല. ഈ കാണുന്ന പച്ചപ്പിൻ്റെ സംവിധാനങ്ങൾ, ഇതാ നല്ലൊരു കാഴ്ച. ഇതാ അങ്ങകലെ ഇത് അങ്ങനെ ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാനൊക്കെയുള്ള ഇഷ്ടം പോലെ സൗകര്യങ്ങൾ, ഒരുപാട് കടകൾ, നല്ല വിശാലമായ സൗകര്യമുള്ള പള്ളി, അതിൻ്റെ മിനാരമാണ് ഈ കാണുന്നത്. അങ്ങനെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സുന്ദരമായ ഒരു മ്യൂസിയം, ആണ് ആ പറയുന്ന മ്യൂസിയം. ഹോളി ഖുർആൻ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാണുന്നതാണ് ആ പള്ളി. നേരത്തെ പറഞ്ഞിരിക്കുന്ന പള്ളിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ വന്ന് ഒരുപാട് കർണാനന്ദകരമായ രീതിയിലുള്ള കാഴ്ചകളാണ് താഴത്ത് തന്നെ ഉള്ളത്. ഇഷ്ടം പോലെ, പറഞ്ഞതൊന്നുമില്ല. എന്ത് ഷോപ്പിംഗ് വേണമെങ്കിലും ഇവിടെ വെച്ചുകൊണ്ട് നടത്താം. ഇതാണ് ഇതിൻ്റെ പേര്, ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ്. അറബിയിലാണെങ്കിൽ ഹയ്യ ഹിറ ഇസ്തഖാഫി, ഇതാണ് പേര്. ഇങ്ങനെ താഴത്തോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുന്ദരമായ പൂന്തോട്ടങ്ങൾ,
അകലെ നിന്ന് താഴെ നിന്ന് തന്നെ വളരെ കൃത്യമായി തൗർ ഗുഹ കാണാനുള്ള സംവിധാനം, ഹിറാ ഗുഹ കാണാനുള്ള സംവിധാനം. ഇതാ ഒരു വറ്റം കുട്ടികളിത് കാണാൻ ഈ ഹെറിറ്റേജ് വില്ലേജിലേക്ക് അത് കണ്ടോളൂ. ഇങ്ങനെ വരികയാണ്. ഇവിടുത്തെ മദ്രസയിലത്തെ കുട്ടികളാണിത്. ഉണ്ടല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. കണ്ടോ? ഇതാ ഇങ്ങനെ ആ എൻട്രൻസിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ് കുട്ടികൾ. സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ്, കുറഞ്ഞൊന്നല്ല. ഇങ്ങനെ പോയിട്ട് ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അതിൻ്റെ ചുറ്റുവട്ടത്തും ഒരുപാട് കടകളാണ്. ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം. കറക്റ്റ് അതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കൃത്യമായ പേര്. മനസ്സിലായില്ലേ? ഇതാണ്, ഇത് മറ്റൊരു വശമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു സൈഡ്, ഈ സൈഡിലാണ്, അതായത് എൻട്രൻസിൽ നിന്ന് ഉള്ളോട്ട് വന്നു ഇടതു ഭാഗത്ത് തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള വിശാലമായ ബാത്റൂം സൗകര്യങ്ങളും പ്രയർ ഹാളുകളും. അത് ആ വഴിക്ക് വരുന്ന മറ്റൊരു എൻട്രൻസ്. അവിടെയാണ് കാർ പാർക്കിങ്ങിനൊക്കെയുള്ള സംവിധാനം. ഇങ്ങനെ നടന്ന് നമ്മൾ എൻട്രൻസിലേക്ക് എത്തുകയാണ്. വാഹനം അവിടെ വന്ന ആളെ ഇറക്കിയിട്ട് ഈ എൻട്രൻസിലൂടെ കടന്ന് വന്നുകൊണ്ടാണ് ആ വഴിയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അല്ലാതൊരു അത്ഭുതകരമായ മാറ്റമാണ്. ഇതൊന്നും ഒരിക്കലും ഇവിടെയൊക്കെ ഈ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാത്തതാണ് പൂർവ്വകാലങ്ങളിൽ. അൽഹംദുലില്ലാഹ്, പിന്നാലെ ഹബീബിന് പരിശുദ്ധ നബുവ്വത്തിൻ്റെ ആദ്യ സന്ദേശം ലഭിച്ച ഈ ഹിറാ ഗുഹയും ജബലുന്നൂരും അതിൻ്റെ താഴ്വരകളും അതിൻ്റെ പരിസരവും ഈ രീതിയിൽ കർണമനോഹരമായ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുന്ന സൗദി ഗവൺമെൻറ്റിനെ എന്തുകൊണ്ടും പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മാത്രമേ മതിയാകൂ. അതൊക്കെ കൃത്യമായി കണ്ടോളൂ. ശരിക്കൊരു വീഡിയോഗ്രാഫറാണ് എങ്കിൽ ഇതൊന്നുമല്ല, ഇത് എൻ്റേതായ കാഴ്ചപ്പാടിലുള്ള ഫോട്ടോസുകളാണ്. ഇതാ ഗേറ്റിൻ്റെ പുറത്തുള്ള കൃത്യമായ പേരാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇതൊക്കെ കാണാനും അനുഭവിക്കാനും പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ ഹബീബിൻ്റെ കാൽപാദങ്ങൾ കണ്ട് അനുഭവിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.